നമസ്കാരം. അപ്പം നമ്മൾ C++ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം C++നകത്ത് ഒരു പാർട്ട് നമ്മൾ കഴിഞ്ഞു അല്ലേ, C++ തുടങ്ങി കഴിഞ്ഞ ക്ലാസ് ഒരു പാർട്ട് കഴിഞ്ഞു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രമേ ഇത് കാണാവുള്ളൂ. എന്തെങ്കിലും മനസ്സിലാവും, എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാവണമെങ്കിൽ, എന്താണ് C++ എന്ന് മനസ്സിലാവണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തൊട്ട് മുമ്പിലത്തെ ക്ലാസ് കണ്ടിരിക്കണം. അപ്പം അത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ക്ലാസ് കാണുക. എന്നിട്ട് ഇത് കണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും മനസ്സിലാവൂ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു നിർത്തിയിരുന്നത് ഇവിടം വരെയാണ്. എന്താണ് C++ ഹാസ് 5 ടൈപ്പ് ഓഫ് ടോക്കൺസ് എന്തായിരുന്നു? ടോക്കൺസ് എന്ന് വെച്ചാൽ എന്താണ്? C++നകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അല്ലേ, നമ്മുടെ വേർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടോക്കൺ എന്ന് പറയുന്നത്. ടോക്കൺസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എന്താണ്? കീവേഡ്സ്, ഐഡൻറ്റിഫയേഴ്സ്, ലിറ്ററൽസ്, പഞ്ച്വേറ്റേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ നമുക്ക് ഓരോന്നും എന്താണ് എന്ന് നോക്കാം. ആദ്യം നമുക്ക് കീവേഡ് എന്താണെന്ന് നോക്കാം. കീവേഡ് എന്ന് പറഞ്ഞാൽ ദ വേർഡ് അല്ലെങ്കിൽ ടോക്കൺ ദാറ്റ് കൺവേ എ സ്പെസിഫിക് മീനിങ് ടു ലാംഗ്വേജ് കമ്പൈലർ. ആരാണ് ഈ ലാംഗ്വേജ് കമ്പൈലർ? ആ വാക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. എന്താണ് ഈ ലാംഗ്വേജ് കമ്പൈലർ? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. C++ ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. C++ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, ശരിയാണ്. പക്ഷേ C++ എന്താണ്? ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്താണ്? C++നകത്ത് എഴുതുന്ന പ്രോഗ്രാമുകളെ എന്താക്കണം? മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. C++ൽ എഴുതുന്ന പ്രോഗ്രാമിൽ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. നമ്മൾ C++ലാണ് പ്രോഗ്രാം എഴുതുന്നത്. അപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതുന്ന ഏത് പ്രോഗ്രാമുകളും അല്ലെങ്കിൽ ഹൈ ലെവൽ ലാംഗ്വേജ് ഉപയോഗിച്ച് എഴുതുന്ന ഏത് പ്രോഗ്രാമുകളും നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? നമ്മൾ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. അങ്ങനെ മാറ്റണമെങ്കിൽ സെക്കൻഡ് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. എന്താണ് അങ്ങനെ മാറ്റുന്നത്? ആരാണ്? കമ്പൈലർ അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റർ എന്ന് പറയുന്ന സാധനമാണ് അല്ലേ, എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. സാധനമൊന്നുമല്ല, എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതുന്ന പ്രോഗ്രാമുകളെ യഥാർത്ഥത്തിൽ കമ്പ്യൂട്ടറിന് ഡയറക്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ട്രാൻസ്ലേഷൻ നടത്തണം. ആ ട്രാൻസ്ലേഷൻ നടത്തുന്ന 2 പ്രോഗ്രാമുകളാണ് കമ്പൈലറും ഇൻ്റർപ്രറ്ററും. C++ ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ആ ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന C++ ലാംഗ്വേജിൽ നമ്മളൊരു കോഡ് എഴുതി അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം എഴുതി കമ്പ്യൂട്ടറിലേക്ക് നൽകി കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ അതിനെ ഫസ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യും. എന്തിലേക്ക്? മെഷീൻ കോഡിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ആരാണ്? C++ പ്രോഗ്രാമിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് കമ്പൈലറാണ്. C++ പ്രോഗ്രാമിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആരാണ്? കമ്പൈലറാണ്. അപ്പോൾ C++ പ്രോഗ്രാമിലെ ആര് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു? കമ്പൈലർ ട്രാൻസ്ലേറ്റ് ചെയ്ത് മെഷീൻ ലാംഗ്വേജിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ എഴുതുന്ന പ്രോഗ്രാം ആദ്യം ആരുടെ കയ്യിലാണ് കിട്ടുന്നത്? കമ്പൈലറിൻ്റെ കയ്യിലാണ് കിട്ടുന്നത്. കമ്പൈലർ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ആ ട്രാൻസ്ലേറ്റ് ചെയ്തുണ്ടാക്കുന്ന മെഷീൻ കോഡാണ് ആര്? കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത്. ആ മെഷീൻ കോഡ് ഉപയോഗിച്ചാണ് കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നത് അല്ലെ. ആ കോഡ് വായിച്ച് മനസ്സിലാക്കിയാണ് കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നത് പറയാം. അപ്പം ആദ്യം ആരുടെ കയ്യിലാണ് നമ്മുടെ കോഡ് കിട്ടുന്നത്? കമ്പൈലറിൻ്റെ കയ്യിലാണല്ലോ. അപ്പോൾ ഈ കമ്പൈലറിന് പലപ്പോഴും ചില മീനിങ്ങുകൾ അല്ലെങ്കിൽ ചില അർത്ഥങ്ങൾ നൽകുവാൻ വേണ്ടി ഇത് ഇന്നതാണെന്നും ഈ സെൻറ്റൻസിൽ നിന്ന് ഇന്നതാണ് അർത്ഥമാക്കുന്നതും ഈ സെൻറ്റൻസ് ചെയ്യുമ്പോൾ ഇന്നതാണ് നടക്കേണ്ടതെന്നും ഒക്കെ പറഞ്ഞ് നമ്മൾ കമ്പൈലറിന് കുറേ നിർദ്ദേശങ്ങൾ നൽകുവാനും കമ്പൈലറിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ കുറേ കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കമ്പൈലറിന് കൊടുക്കേണ്ടതായിട്ട് അങ്ങനെയൊക്കെ കൊടുക്കുന്ന ചില വാക്കുകളുണ്ട്. ആ വാക്കുകളാണ് യഥാർത്ഥത്തിൽ കീവേഡുകൾ എന്ന് പറയുന്നത്. അല്ലെ കീവേഡുകൾ റിസർവ്ഡ് വേർഡ്സ് എന്ന് പറയാം. പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി C++ റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന വാക്കുകൾ. ഇപ്പം മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും. മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി 1-2 വാക്കുകൾ ഉണ്ടാവും. അപ്പോൾ ഓരോ കാര്യങ്ങൾക്കും വേണ്ടി കൃത്യമായിട്ട് C++ കുറേ വാക്കുകളെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിനകത്ത് കുറേ വാക്കുകൾ അങ്ങനെയില്ലേ, എ, ആൻഡ്, ദ, അതൊക്കെ ആർട്ടിക്കിൾസ് ആണ്. അപ്പോൾ അത് എവിടെ ഉപയോഗിക്കണമെന്ന് കൃത്യമായ റൂളുണ്ട്. ആ റൂളില്ല ചുമ്മാ എവിടെയെങ്കിലും കയറി ദ എന്നോ എവിടെയെങ്കിലും കയറി എ എന്നോ എവിടെയെങ്കിലും കയറി ആൻ എന്നോ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അതിൻ്റെ റൂൾസ് ഉണ്ട് അല്ലേ. വൗവൽസ് അല്ലെങ്കിൽ കൺസണൻസിൻ്റെ മുമ്പിലാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ കുറേ റൂൾസ്. അതേപോലെ തന്നെ C++ൽ കുറേ വാക്കുകളുണ്ട്. ആ വാക്കുകൾ കൃത്യമായിട്ട് എവിടെ ഉപയോഗിക്കണമെന്ന് കൃത്യമായിട്ട് C++ ലാംഗ്വേജ് നിർവചിക്കുന്നുണ്ട്. ആ C++ ലാംഗ്വേജ് പഠിക്കുന്ന ഓരോ ആൾക്കാരും പഠിച്ചു പോകുന്നുണ്ട് അങ്ങനത്തെ വാക്കുകൾ എവിടെ ഉപയോഗിക്കണമെന്ന്. അവിടെ അല്ലാതെ ആ വാക്കുകളെ വേറൊരു ആവശ്യത്തിന് ഉപയോഗിക്കാനും പറ്റില്ല. അപ്പം അങ്ങനെയുള്ള കുറച്ച് ആ വാക്കുകളുടെ പ്രധാനപ്പെട്ട ജോലി എന്താണ്? ഒരു സ്പെസിഫിക് മീനിങ് കമ്പൈലറിന് നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ജോലി. അതായത് കമ്പൈലറിന് മീനിങ്ങുകൾ നൽകുവാൻ വേണ്ടിയൊക്കെയാണ് ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത്.
അപ്പോൾ അങ്ങനത്തെ ഒരു കൂട്ടം വാക്കുകളുണ്ട്. ആ വാക്കുകളെയാണ് നമ്മൾ കീവേഡ് എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിനെ മറ്റൊരു പേരിൽ വിളിക്കുകയാണെങ്കിൽ റിസർവ്ഡ് വേർഡ് അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ വേർഡ് എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. ദേ ആർ ഓൾസോ നോൺ ആസ് റിസർവ്ഡ് വേർഡ്. കണ്ടോ, റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ. നമ്മൾ ചില കാര്യങ്ങൾ എന്താണ് റിസർവ് ചെയ്യുക എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടി മാറ്റി വെക്കുകയാണ് റിസർവ്. അതേപോലെ തന്നെ C++ൽ കുറേ വാക്കുകളുണ്ട്. അങ്ങനെ ഈ ഒരു പർട്ടിക്കുലർ ആവശ്യത്തിന് അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്പെസിഫിക് പർപ്പസിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് വാക്കുകളുണ്ട്. അങ്ങനത്തെ വാക്കുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കീവേഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ C++നകത്ത് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന കീവേഡുകളുടെ ഒരു ലിസ്റ്റാണ് ഈ ടേബിളിൽ കാണുന്നത്. അല്ലെങ്കിൽ ഈ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാ കീവേഡുകളും സ്മോൾ ലെറ്ററിലാണ് അല്ലേ. നോക്കി ആ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ വരുന്നുണ്ടോ? ബിഗിനിങ് ലെറ്ററും ഇല്ല, ഇടയ്ക്കലത്തെ ലെറ്ററും ഇല്ല, ഒരു ലെറ്ററും അതിനകത്ത് ക്യാപിറ്റൽ വരുന്നില്ല. എല്ലാ കീവേഡുകളും സ്മോൾ ലെറ്ററിലാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. കാര്യം അതിൻ്റെ ഈ ഒരു ഹിൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പോയിൻ്റ് കാര്യം എല്ലാ കീവേഡുകളും സ്മോൾ ലെറ്ററിലാണെന്ന് ഞാനിപ്പോൾ എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഈ കീവേഡ് എല്ലാം കൂടെ നിങ്ങൾ കാണാതെ പഠിക്കാനൊന്നും നോക്കേണ്ട കാര്യമില്ല. ഈ കീവേഡുകളൊന്ന് രണ്ട് വട്ടം വായിച്ചാൽ മതി. അതേപോലെ തന്നെ ഇതിനകത്ത് ഏകദേശം പകുതി കീവേഡുകൾ നമ്മൾ ഈ ലാംഗ്വേജ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ പഠിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയാം, ഓരോ വാക്കുകൾ പഠിപ്പിക്കുമ്പോൾ ഇത് കീവേഡിൻ്റെ ഗണത്തിൽ വരുന്നതാണെന്ന് ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ ഇതിൻ്റെ ഒരു പകുതിയോളം വേർഡ്സ് നിങ്ങൾ കീവേഡിൻ്റെ ഗണത്തിൽ പഠിക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമേ നിങ്ങൾക്ക് ഇപ്പോൾ വരുന്നുള്ളൂ, പഠിക്കാൻ വേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ മാത്രമേ ചോദിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കൂടുതലായിട്ട് ഇത് കാണാൻ പഠിക്കാനുള്ള ശ്രമമൊന്നും നടത്തണ്ട. എന്നാലും ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ കുറേ വാക്കുകളൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. കാണാനൊന്നും പഠിക്കേണ്ട, 3-4 വട്ടം ഒന്ന് വായിച്ചാൽ മതി. അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ആദ്യം ആ പോയിന്റ് ശ്രദ്ധിക്കുക. എല്ലാ കീവേഡുകളും എന്താണ് സ്മോൾ ലെറ്ററിലാണ് എന്നുള്ള ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ശ്രദ്ധിച്ചു വെക്കുക. അതിൻ്റെ ഉപയോഗം നമുക്ക് എന്താണെന്ന് പിന്നെ മനസ്സിലാവും. ഓക്കെ, അടുത്ത ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയും. അപ്പോൾ ഐഡൻറ്റിഫയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാം എഴുതുന്ന ആരാണ്? പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് C++. ആ ലാംഗ്വേജ് ഉപയോഗിച്ച് കമ്പ്യൂട്ടറിന് നിർദ്ദേശങ്ങൾ നൽകാൻ വേണ്ടി നമ്മൾ പ്രോഗ്രാമാക്കി മാറ്റും. ആ പ്രോഗ്രാമുകൾ തയ്യാറാക്കുന്ന ആരാണ്? പ്രോഗ്രാമേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ അല്ലേ. ആരാണോ പ്രോഗ്രാം എഴുതി തയ്യാറാക്കുന്ന അവരാണ് പ്രോഗ്രാമേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഒരു C++ ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് പ്രോഗ്രാം എഴുതുന്ന ആരാണോ അവരെയാണ് നമ്മൾ C++ പ്രോഗ്രാമർ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ C++ൻ്റെ ഉപഭോക്താക്കൾ അല്ലെങ്കിൽ യൂസർ എന്ന് പറയുന്നത്. ഒരു ലാംഗ്വേജ് ഉപയോഗിക്കുന്ന ആരാണ്? ഒരു ലാംഗ്വേജ് ഉപയോഗിക്കാൻ അറിയാവുന്ന, ഇപ്പോൾ മലയാളത്തിൻ്റെ ഉപഭോക്താക്കൾ ആരാന്ന് ചോദിച്ചാൽ മലയാളം എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിയാവുന്നവരെല്ലാം മലയാളത്തിൻ്റെ ഉപഭോക്താക്കളാണ്, അല്ലെങ്കിൽ യൂസേഴ്സാണ്. അതേപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസേഴ്സ് ആരാണ്? ഇംഗ്ലീഷ് ലാംഗ്വേജ് എഴുതാനും വായിക്കാനും അല്ലെങ്കിൽ സംസാരിക്കാനും ഒക്കെ അറിയാവുന്നവരൊക്കെ എന്താണ്? ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസേഴ്സാണ്. അതേപോലെ C++ൻ്റെ യൂസേഴ്സ് ആരാണ്? C++ ലാംഗ്വേജ് ഉപയോഗിക്കാൻ അറിയാവുന്നവർ. C++ ലാംഗ്വേജ് ഉപയോഗിക്കാന്ന് വെച്ചാൽ സംസാരിക്കുകയല്ല ചെയ്യുന്നത്. C++ ലാംഗ്വേജ് ഉപയോഗിച്ച് പ്രോഗ്രാം എഴുതാൻ അറിയാവുന്നവർ ആരൊക്കെയാണോ അവരെ നമ്മൾ C++ ലാംഗ്വേജിൻ്റെ യൂസർ എന്ന് വിളിക്കും. അങ്ങനെ ഒരു യൂസറിന് സ്വന്തമായിട്ട് ചില വാക്കുകൾ എഴുതേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഞാനൊരു പ്രോഗ്രാം തയ്യാറാക്കുമ്പം എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ചില വാക്കുകൾ അവിടെ ഇവിടെയൊക്കെ എഴുതി ചേർക്കേണ്ടതായിട്ട് വരും. അത് വേറൊരാൾ അതേ പ്രോഗ്രാം തന്നെ എഴുതാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ ആ വാക്കുകൾ അയാൾ ഉപയോഗിക്കണമെന്നില്ല. അത് അയാളുടെ സ്വാതന്ത്ര്യമാണ്. ഓരോ വ്യക്തിക്കും ഓരോ യൂസറിനും യൂസറിൻ്റേതായ രീതിയിൽ ചില വാക്കുകൾ ഒരു പ്രോഗ്രാമിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ യൂസർ അങ്ങനെ സ്വന്തമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന വാക്കുകൾ ഉണ്ട് എങ്കിൽ അങ്ങനത്തെ വാക്കുകളെ വിളിക്കുന്ന പേരാണ് ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഐഡൻറ്റിഫയേഴ്സ് ആർ ദ യൂസർ ഡിഫൈൻഡ് വേർഡ്. കണ്ടോ, യൂസർ നിർവചിക്കുന്ന വാക്കുകളാണ്. എന്താണ്? പല ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. മെമ്മറിക്ക് പേര് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ പ്രോഗ്രാമിൻ്റെ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് പേര് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് കോഡിന് ഒരു ബ്ലോക്ക് ആക്കിയിട്ട് അതിനൊരു പേര് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടാവാം. ഇവിടെയൊക്കെ നമ്മളൊരു പ്രോഗ്രാമറിന് സ്വാതന്ത്ര്യമുണ്ട്, ഒരു യൂസറിന് സ്വാതന്ത്ര്യമുണ്ട് പേരുകൾ നൽകുവാൻ അല്ലെങ്കിൽ വാക്കുകൾ അവിടെ ഉണ്ടാക്കാൻ. അങ്ങനെ ഒരു പ്രോഗ്രാമർ അല്ലെങ്കിൽ ഒരു യൂസർ ഉണ്ടാക്കിയെടുക്കുന്ന വാക്കുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ. മനസ്സിലാവുന്നുണ്ടോ? കണ്ടോ, രണ്ടാമത്തെ മൂന്നാമത്തെ പോയിന്റുകൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഐഡൻറ്റിഫയേഴ്സ് ഫോർ മെമ്മറി ലൊക്കേഷന് പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പേരിനെ വിളിക്കുന്ന പേര് വേരിയബിൾ എന്നാണ്. നമ്മൾ വേരിയബിൾ എന്താണെന്നൊക്കെ അടുത്ത ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതേപോലെ സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് നമ്മൾ പേര്, സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ പ്രോഗ്രാമിനകത്തുള്ള ഓരോ ലൈനുകളെയും വിളിക്കുന്ന പേരാണ് സ്റ്റേറ്റ്മെൻറ്റ്. സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ സെൻറ്റൻസ് എന്ന് പറയത്തില്ലേ, മലയാളത്തിലൊക്കെ സെൻറ്റൻസ് വാക്യം എന്ന് പറയുമല്ലോ. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ സെൻറ്റൻസ് എന്ന് വിളിക്കുന്നത് ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് വിളിക്കുന്നത്. നമ്മളൊരു പ്രോഗ്രാമിൽ കുറേ സെൻറ്റൻസുകൾ കൂട്ടി യോജിപ്പിച്ചാണ് പ്രോഗ്രാം ഉണ്ടാക്കിയിരിക്കുന്നത് പറയത്തില്ല. കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ കൂട്ടി യോജിപ്പിച്ചാണ് അല്ലെങ്കിൽ കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ അടുക്കി വെച്ചാണ് നമ്മളൊരു പ്രോഗ്രാം ഉണ്ടാക്കിയത്. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു ലൈൻ ഓഫ് കോഡ് അല്ലെങ്കിൽ ഒരു കോഡിനെയാണ് എന്ത് പറയുന്നത്? സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പേര് കൊടുക്കാറുണ്ടാവാം. അങ്ങനെ കൊടുക്കേണ്ടതായിട്ട് വരുമ്പോൾ അവിടെ കൊടുക്കുന്ന വാക്കുകൾ ഇതൊക്കെ ഏതാണ്? ഐഡൻറ്റിഫയറിൻ്റെ ഗണത്തിൽ വരുന്നതാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ആദ്യത്തെ സെൻറ്റൻസ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഐഡൻറ്റിഫയേഴ്സ് ആർ യൂസർ ഡിഫൈൻഡ് വേർഡ്സ്. ഒരു യൂസർ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന വാക്കുകളാണ്. മെമ്മറിക്ക് പേര് കൊടുക്കാനായിക്കോട്ടെ, സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് പേര് കൊടുക്കാനായിക്കോട്ടെ, ഒരു ഗ്രൂപ്പ് ഓഫ് കോഡ് അതിനെയാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഫംഗ്ഷൻസിന് പേര് കൊടുക്കാനായിക്കോട്ടെ, ഇവിടെയൊക്കെ കൊടുക്കുന്ന പേരുകൾ അല്ലെങ്കിൽ ആ നൽകുന്ന വാക്കുകളെയൊക്കെ നമ്മൾ വിളിക്കുന്ന പേര് ഐഡൻറ്റിഫയർ എന്നാണ്. ഓക്കെ ആണല്ലോ?
രണ്ടാമത്തെ കാര്യം, നമുക്ക് തോന്നിയ രീതിയിൽ ഒരു പ്രോഗ്രാമറിന് അല്ലെങ്കിൽ ഒരു യൂസറിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പേരുകൾ എഴുതി കൊടുക്കാൻ പറ്റില്ല. തോന്നിയ രീതിയിൽ ഒരു വാക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. വാക്കുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറേ റൂൾസ് ഉണ്ട്, പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. റൂൾസ് ടു ബി സ്ട്രിക്ട്ലി ഫോളോഡ് ബൈ കൺസ്ട്രക്റ്റിംഗ് ഐഡൻറ്റിഫയേഴ്സ്. എന്തൊക്കെ റൂൾസാണ് ഒരു ഐഡൻറ്റിഫയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കിയേ. ഒന്നാമത് പറഞ്ഞിരിക്കുന്നതാണ് ഐഡൻറ്റിഫയേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, കുറേ ലെറ്ററുകളുടെയും അല്ലെങ്കിൽ വാക്കുകളുടെയും ലെറ്ററുകളുടെയും ചിഹ്നങ്ങളുടെയൊക്കെ ഒരു കൂട്ടം, അല്ലെങ്കിൽ ഒരു നമ്മളൊരു വാക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ലെറ്റേഴ്സ് മാത്രമല്ല ഡിജിറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് വാക്കുകൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്ത് നമ്മൾ വാക്കുകൾ ക്രിയേറ്റ് ചെയ്യുമ്പം അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരേ ഒരു സ്പെഷ്യൽ സിമ്പൽ എന്ന് പറഞ്ഞാൽ, അതായത് നമുക്ക് സിമ്പലുകളുടെ ഗണത്തിൽ നിന്ന് നമുക്ക് അണ്ടർസ്കോർ എന്ന് പറയുന്ന സാധനം മാത്രം, അണ്ടർസ്കോറും ഹൈഫണും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മുടെ എ ബി ഇത് ഹൈഫണാണ്, നടുക്കിടുന്നതിന് ഹൈഫൺ എന്നാണ്, മൈനസ് പോലെ ഉപയോഗിക്കുന്നത് അല്ലേ. എന്നാൽ എ ബി താഴെയാണ് ആ വര ഇടുന്നെങ്കിൽ അതിനെ അണ്ടർസ്കോർ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ അണ്ടർസ്കോർ അല്ലാതെ മറ്റൊരു ചിഹ്നവും ഉപയോഗിക്കാൻ പറ്റില്ല. എന്താണ് അണ്ടർസ്കോർ അല്ലാതെ മറ്റൊരു ചിഹ്നവും ഉപയോഗിക്കാൻ പറ്റില്ല. ഫസ്റ്റ് ക്യാരക്ടർ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ക്യാരക്ടർ മസ്റ്റ് ബി എ ലെറ്റർ ഓർ അണ്ടർസ്കോർ. ആദ്യത്തെ ക്യാരക്ടർ എന്തായിരിക്കണം, ഒന്നെങ്കിൽ ലെറ്റർ ആയിരിക്കണം അല്ലെങ്കിൽ അണ്ടർസ്കോർ ആയിരിക്കണം. ആദ്യത്തെ ക്യാരക്ടർ ഒന്നെങ്കിൽ ലെറ്റർ, അതായത് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ലെറ്ററിൽ തുടങ്ങാം, ഇപ്പോൾ എക്സ് വൈ ഇസഡ് കുഴപ്പമില്ല, അല്ലെ അണ്ടർസ്കോർ എക്സ് വൈ ഇസഡ് കുഴപ്പമില്ല. അപ്പോൾ ആദ്യത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത്, ആദ്യത്തെ ലെറ്റർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അണ്ടർസ്കോർ ആയിരിക്കണം അല്ലെങ്കിൽ ഒരു ലെറ്റർ ആയിരിക്കണം. വൈറ്റ് സ്പേസ് ആൻഡ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആർ നോട്ട് അലൗഡ്. വൈറ്റ് സ്പേസ്, അതായത് വാക്കുകളുടെ ഇടയിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താണ് എക്സ് വൈ ഇസഡ് എ ബി സി ഉണ്ടോ, രണ്ട് വാക്കുകളുടെ ഒരു വാക്കിൻ്റെ ഇടയിൽ സ്പേസ് വരാൻ പാടില്ല ഉണ്ടോ, സ്പേസ് വരാൻ പാടില്ല. അതേപോലെ എന്താണ്, കീവേഡ്സ് കനോട്ട് ബി യൂസ്ഡ് ആസ് ഐഡൻറ്റിഫയർ. കീവേഡ് എന്താണ്, കീവേഡ് തൊട്ട് മുമ്പ് എൻ്റെ ഒരു ലിസ്റ്റ് കാണിച്ചില്ലേ, ഒരു ടേബിൾ കാണിച്ചില്ലേ, അതിനകത്ത് വാക്കുകളൊന്നും എടുത്തിട്ട് ഐഡൻറ്റിഫയർ ആണെന്നും പറഞ്ഞ് എനിക്ക് എൻ്റേതായ രീതിയിൽ എങ്ങും ഉപയോഗിക്കാൻ പറ്റില്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? കീവേഡുകൾക്ക് വേറെ ഉപയോഗമുണ്ട്. അതിനകത്ത് ഒരു വാക്ക് പൊക്കിയെടുത്തിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഇതെൻ്റെ ഐഡൻറ്റിഫയർ ആണ്, അല്ലെങ്കിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത വാക്കാണെന്ന് പറഞ്ഞ് ഉപയോഗിക്കാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. കീവേഡ് കനോട്ട് ബി യൂസ്ഡ് ആസ് ഐഡൻറ്റിഫയർ. ലാസ്റ്റ് പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പർ ആൻഡ് ലോവർ കേസ് ലെറ്റേഴ്സ് ആർ ട്രീറ്റഡ് ഡിഫറൻ്റ്ലി. ദാറ്റ് ഇസ് C++ ഇസ് എ കേസ് സെൻസിറ്റീവ്. C++നകത്ത് ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും, അപ്പർ കേസും ലോവർ കേസും രണ്ടും രണ്ടായിട്ടാണ് C++ കാണുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളിപ്പം APPLE ആപ്പിൾ, APPLE ആപ്പിൾ, APPLE ആപ്പിൾ, ഇതിനെല്ലാം നമ്മൾ ആപ്പിൾ എന്ന് തന്നെയാണ് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അർത്ഥമാക്കുന്നത്. ഇതിന് വേറെ അർത്ഥം വല്ലതും ഉണ്ടോ? അർത്ഥമൊന്നുമില്ല. ചിലപ്പോൾ ഒരു ലെറ്റർ ക്യാപ്പിലായാലും അല്ലെങ്കിൽ മൊത്തം ക്യാപ്പിലായാലും അല്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും ഒന്ന് രണ്ട് ലെറ്റർ ക്യാപ്പിലായാലും എല്ലാം എന്ത് തന്നെയാണ്, ആപ്പിൾ എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷേ C++ൽ ഇതിനെ മൂന്നായിട്ടാണ് കാണുന്നത്. അതായത് ഒരു ലെറ്ററിനെങ്കിലും ഡിഫറൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു ലെറ്ററിനെങ്കിലും വേറൊരു വാക്കിൽ നിന്ന് ഡിഫറൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വാക്കാണ് ഈ വാക്കെന്ന് C++ മനസ്സിലാക്കത്തില്ല. C++ രണ്ട് വാക്കായിട്ടേ കാണത്തുള്ളൂ. അതായത് ആദ്യം എഴുതിയിരിക്കുന്ന ആപ്പിളും രണ്ടാമത് എഴുതിയിരിക്കുന്ന ആപ്പിളും തമ്മിൽ C++ ഒരു ബന്ധവും കൽപ്പിക്കത്തില്ല. ഇത് വേറെ വാക്കായിട്ടാണ് C++ കാണാൻ പോകുന്നത്. ഈ രണ്ടാമത്തെ ആപ്പിൾ എന്ന് പറയുന്നത് വേറൊരു വാക്കായിട്ടാണ് C++ കാണാൻ ശ്രമിക്കുന്നത്. അല്ലാതെ രണ്ടും ഒരു വാക്കാണെന്ന് C++ ഒരിക്കലും മനസ്സിലാവത്തില്ല. അതുകൊണ്ട് കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ് ആണ് C++. കേസ് എന്ന് വെച്ചാൽ അപ്പർ കേസ്, ലോവർ കേസ്, ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ. അതുകൊണ്ട് തന്നെ C++ എന്താണ്, ഒരു കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ് ആണ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? C++ എന്തുകൊണ്ടാണ് കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ് ആണെന്ന് പറയാൻ കാര്യം, ക്യാപിറ്റൽ ലെറ്ററിനെയും സ്മോൾ ലെറ്ററിനെയും C++ രണ്ടായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, രണ്ടായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ C++ എന്താണ്, ഒരു കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ് ആണ് എന്ന് പറയാം. ഓക്കെ, നോക്കി എക്സാമ്പിൾസ് ഓഫ് സം വാലിഡ്. നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിഫൈ ഇതാണ്ട് എഴുതിയിരിക്കുന്ന കുറേ വാക്കുകൾ വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ. COUNT കൗണ്ട്, ഇത് വാലിഡ് ആണോ? COUNT കൗണ്ട്. ഇതിനകത്ത് തുടങ്ങിയിരിക്കുന്ന ലെറ്ററിലാണ്, കുഴപ്പമില്ല. അതേപോലെ തന്നെ എന്താണ്, സ്പെഷ്യൽ സിമ്പിളുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല, അതായത് ചിഹ്നങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് കീവേഡിലാണോ, ഇത് കീവേഡിൻ്റെ ഗണത്തിൽ വരുന്നതാണോ? അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. കീവേഡിൻ്റെ ഗണത്തിൽ വരുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. കീവേഡിൻ്റെ ലിസ്റ്റ് നോക്കി, കൗണ്ട് എന്നല്ലേ എഴുതിയിരിക്കുന്നത് അല്ലേ. കൗണ്ട് ഇതിനകത്ത് എവിടെയെങ്കിലും വരുന്നുണ്ടോ? കൗണ്ട് എന്ന് പറയുന്ന വാക്ക് ഇവിടെ എവിടെയെങ്കിലും വരുന്നുണ്ടോ? കൗണ്ട് എന്ന് പറയുന്ന വാക്ക് ഇവിടെ എങ്ങും ഇല്ല അല്ലേ. കീവേഡിനകത്ത് വരുന്നുണ്ടോ? ഇനി ഇത്രയും പാടുപെട്ട് പോയി കീവേഡിൻ്റെ ലിസ്റ്റ് നോക്കേണ്ട കാര്യമില്ല. കാര്യം എന്താണ്, COUNT, C ക്യാപിറ്റലാണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് നോക്കിയാൽ C ക്യാപിറ്റൽ ആണെങ്കിൽ ഒരിക്കലും ഇത് ഏത് ലിസ്റ്റിൽ വരത്തില്ല, കീവേഡിൻ്റെ ലിസ്റ്റിൽ വരത്തില്ല.
മനസ്സിലാവുന്നുണ്ടോ? കീവേഡുകളെല്ലാം സ്മോൾ ലെറ്ററിലാണ്. സി പ്ലസ് സ്മോൾ ലെറ്ററിൻ്റെയും ക്യാപിറ്റൽ ലെറ്ററിൻ്റെയും രണ്ടായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട. ഈ വാക്ക് കീവേഡിൻ്റെ ലിസ്റ്റിൽ വരുന്നുണ്ടെങ്കിൽ കൂടിയും ഇത് കീവേഡ് ആവത്തില്ല. എന്തുകൊണ്ടാവത്തില്ല? സി ക്യാപിറ്റലാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് നമുക്ക് കണ്ണടച്ച് പറയാം ഇത് കീവേഡ് അല്ല എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള റൂൾസൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ? സ്പെഷ്യൽ സിമ്പലുകളൊന്നും വരുന്നില്ല, വാക്കുകളുടെ ഇടയിൽ സ്പേസുകളൊന്നുമില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആയതുകൊണ്ട് ഇത് ഓക്കെയാണ്. സം ഓഫ് ടു നമ്പേഴ്സ്, ഇവിടെ 2 വരുന്നുണ്ട്. 2 ആദ്യം വരരുതെന്ന് മാത്രമേ ഉള്ളൂ. 2-ൽ തുടങ്ങരുത്, അതായത് നമ്പറിൽ തുടങ്ങരുതെന്ന് മാത്രമേ ആ റൂൾ പറയുന്നുള്ളൂ. നമ്പറിൽ തുടങ്ങരുതെന്ന് മാത്രമേ ആ റൂൾ പറയുന്നുള്ളൂ. അല്ലാതെ നമ്പർ ഇടയ്ക്ക് വരുന്നതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ഇത് വാലിഡാണ്. ഇതിനകത്ത് നമ്പറിലല്ല തുടങ്ങിയിരിക്കുന്നത്, അണ്ടർസ്കോറിലാണ് തുടങ്ങിയിരിക്കുന്നത്. അണ്ടർസ്കോറിൽ തുടങ്ങാം, കുഴപ്പമില്ല. ഇത് മെയിൻ. യഥാർത്ഥത്തിൽ ഒരു കീവേഡ് നിങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ ഇതാണ്, ഇങ്ങനെ ഒരു കീവേഡ് കാണും. പക്ഷേ ഇത് സ്മോൾ ലെറ്റർ ആണ്. ഇത് നോക്കിയ ക്യാപിറ്റൽ ലെറ്റർ M ആണ്. അതുകൊണ്ട് നമുക്ക് കണ്ണുടച്ച് പറയാം ഇതെന്താണ്? വാലിഡ് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിഫയർ ആണ്. ആവറേജ് ഹൈറ്റ്, ഈ വാക്കുകളുടെ ഇടയിൽ സ്പേസ് ഇല്ല. എന്താണ്? അണ്ടർസ്കോർ ഇട്ട് ആ സ്പേസിനെ എന്ത് ചെയ്യുക? ഫില്ല് ചെയ്തിരിക്കുകയാണ് അല്ലേ? അണ്ടർസ്കോർ ഇട്ട് ഫില്ല് ചെയ്തേക്കുക. അതുകൊണ്ട് വാക്കുകളുടെ ഇടയിൽ സ്പേസ് ഉണ്ടെന്ന് തോന്നേണ്ട കാര്യമില്ല. അപ്പം ഇതും വാലിഡ് ആണ്. FOR എന്ന് പറയുന്നൊരു കീവേഡ് ഉണ്ട്, പക്ഷേ അത് സ്മോൾ ലെറ്റർ ആണ്. ഇവിടെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ആയതുകൊണ്ട് അതും വാലിഡ് ആണ്. നമുക്ക് കുറേ ഇൻവാലിഡ് പരീക്ഷ ചോദിക്കും. ഇൻവാലിഡ് അതിൻ്റെ റീസൺ എഴുതാൻ ചോദിക്കും. സം ഓഫ് ഡിജിറ്റ്, ഇത് ഇൻവാലിഡ് ആണ്. എന്തുകൊണ്ടാണ് ഇൻവാലിഡ് ആയ? വളരെ സിമ്പിളായിട്ട് പറയുന്നുണ്ട്. ഇവിടെയൊക്കെ സ്പേസ് വന്നിരിക്കുന്നു അല്ലേ? ഇവിടെയൊക്കെ സ്പേസ് യൂസ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് എന്താണ് അത് ഇൻവാലിഡ്? ബ്ലാങ്ക് സ്പേസ് ഈസ് യൂസ്ഡ് അല്ലേ? ബ്ലാങ്ക് സ്പേസ് യൂസ് ചെയ്തേക്കുന്നുണ്ട്, അത് ഇൻവാലിഡ് ആണ്. രണ്ടാമത്തെ ഇൻവാലിഡ് ആവാനുള്ള കാരണം എന്ന് പറഞ്ഞേ, ആദ്യം നമ്പർ എഴുതി വെച്ചു. പക്ഷേ നമ്പർ അവസാനമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഇടയ്ക്കാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ആദ്യം നമ്പർ വന്നത് എന്താണ്? ഇൻവാലിഡ് ആണ്. ആദ്യം നമ്പർ ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ എന്താണ്? ഡിജിറ്റ് ഈസ് യൂസ്ഡ് ആസ് ദ ഫസ്റ്റ് ക്യാരക്ടർ. ഫസ്റ്റ് ക്യാരക്ടറായിട്ട് ഡിജിറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് ക്യാരക്ടറോ പിന്നീട് ഏതെങ്കിലും ക്യാരക്ടറായിട്ട് യൂസ് ചെയ്താലും കുഴപ്പമില്ല. തുടങ്ങുന്നത് ഡിജിറ്റിൽ തുടങ്ങാൻ പാടില്ല. അതുകൊണ്ട് അത് ഇൻവാലിഡ് ആണ്. അടുത്ത എന്താണ്? ഫസ്റ്റ് ഡോട്ട് അല്ലേ? ഡോട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. സ്പെഷ്യൽ സിമ്പലുകളൊന്നും തന്നെ പറ്റത്തില്ല. എന്തു മാത്രമേ പറ്റൂ? അണ്ടർസ്കോർ വേണമെങ്കിൽ യൂസ് ചെയ്തോ, പക്ഷേ അല്ലാതെ വേറൊരു സ്പെഷ്യൽ സിമ്പലുകളോ ഒന്നും തന്നെ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സ്പെഷ്യൽ ക്യാരക്ടർ. ഇതെന്താണ്? ഇത് ഇൻവാലിഡ് ആവാനുള്ള കാരണം എന്താണ്? ഇതിനകത്ത് സ്പെഷ്യൽ സിമ്പലൊന്നുമില്ല, പക്ഷേ എന്താണ്? സ്പേസ് ഇല്ല, നമ്പേഴ്സിൽ തുടങ്ങിയിട്ടില്ല. പിന്നെ ഇതെന്താണ് ഇൻവാലിഡ് ആവാൻ കാര്യം? 4 എന്ന് പറയുന്നൊരു കീവേഡ് ഉണ്ട്. കീവേഡിൻ്റെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 4 സ്മോൾ ലെറ്റർ തന്നെയാണ് കീവേഡ്. ഇവിടെയും സ്മോൾ ലെറ്റർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ എന്താണ്? ഇറ്റ് ഈസ് എ കീവേഡ്. അതൊരു കീവേഡ് ആയതുകൊണ്ട് അതെന്താണ്? ഇൻവാലിഡ് ആണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇൻവാലിഡ് ആണ്. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്കുള്ളൊരു ഹോംവർക്ക് പോലെ. അപ്പോൾ ഇതിനകത്ത് ഇൻവാലിഡ് ഐഡൻറ്റിഫൈ ദ ഫോളോയിങ് ലിസ്റ്റ് ആൻഡ് ഗിവ് റീസൺസ്. അപ്പോൾ നിങ്ങൾ എഴുതി വെക്കുക. കമൻറ്റുകളായിട്ട് വേണമെങ്കിൽ ഏതൊക്കെയാണ് ഇൻവാലിഡ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പം ഇൻവാലിഡ് ഏതൊക്കെയാണ്, എന്തുകൊണ്ടാണ് അല്ലേ? ഇതിനകത്ത് വാലിഡും ഉണ്ട്, ഇൻവാലിഡും ഉണ്ട്. നിങ്ങൾക്ക് നോക്കാം വാലിഡ് ഏതാണ്, ഇൻവാലിഡ് ആണെന്ന് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് കമൻറ്റായിട്ട് എന്ത് ചെയ്യാം? ഇതിനകത്ത് രേഖപ്പെടുത്താം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയായിരുന്നു നമ്മൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കീവേഡ് എന്താണ്, അതേപോലെ ഐഡൻറ്റിഫയർ എന്താണെന്നുള്ളത്. കീവേഡ് എന്ന് വെച്ചാൽ റിസർവ്ഡ് വേർഡ്സ് ആണ് അല്ലേ? ഒരു പർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ മാറ്റി വെച്ചിരിക്കുന്ന വാക്കുകളാണ് കീവേഡ്സ്. കീവേഡിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ കാണിച്ചു തന്നു. ദെൻ ഐഡൻറ്റിഫയറിലേക്ക് വരുമ്പോഴത്തേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു യൂസർ ഡിഫൈൻഡ് വേർഡ്സ് ആണ് അല്ലേ? യൂസർ ഡിഫൈൻ ചെയ്യുന്ന, യൂസർ എന്ന് വെച്ചാൽ പ്രോഗ്രാം എഴുതുന്ന ആരോ അവരെയാണ് യൂസർ എന്ന് പറയുന്നത്. യൂസർ ഡിഫൈൻ ചെയ്യുന്ന വാക്കുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത്. അങ്ങനെ ഐഡൻറ്റിഫയർ തോന്നിയ പോലെ ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കൃത്യമായിട്ട് റൂൾസ് ഉണ്ട്. റൂൾസ് എന്താണ്? തുടങ്ങുന്നത് അണ്ടർസ്കോറിലോ അല്ലെങ്കിൽ എന്താണ് ലെറ്ററിലോ ആവാം. തുടങ്ങുന്നത് അണ്ടർസ്കോറിലോ ലെറ്ററിലോ ആവാം. ഡിജിറ്റ് യൂസ് ചെയ്യാം, പക്ഷേ ഡിജിറ്റിൽ തുടങ്ങാൻ പാടില്ലെന്നേ ഉള്ളൂ. ഡിജിറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പക്ഷേ ഡിജിറ്റിൽ തുടങ്ങാൻ പാടില്ല. മറ്റൊരു സ്പെഷ്യൽ സിമ്പലുകൾ, അണ്ടർസ്കോർ അല്ലാതെ മറ്റൊരു സ്പെഷ്യൽ സിമ്പലുകൾ ഉപയോഗിക്കാൻ പറ്റില്ല. കീവേഡുകൾ എടുത്ത് നമുക്ക് ഐഡൻറ്റിഫയർ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. സ്പേസ് ഉപയോഗിക്കാൻ കഴിയില്ല. പിന്നെ C++ ക്യാപിറ്റൽ ലെറ്ററിനെയും സ്മോൾ ലെറ്ററിനെയും രണ്ടായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ കീവേഡിനകത്തുള്ള ഏതെങ്കിലും വാക്കെടുത്ത് ഐഡൻറ്റിഫയർ ആക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ എങ്ങനെയാവണം? ലെറ്ററിൻ്റെ എന്താണ് ക്യാപിറ്റൽ, ഏതെങ്കിലും ആദ്യത്തെ ലെറ്ററോ അല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള ലെറ്ററോ ക്യാപിറ്റലാക്കി കഴിഞ്ഞാൽ അത് കീവേഡിൻ്റെ ഗണത്തിൽ പിന്നെ പെടത്തില്ല. അത് നമ്മൾ ബാക്കിയുള്ള റൂൾസുകൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇത്രയായിരുന്നു റൂൾസ്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഇൻവാലിഡ് അതേപോലെ വാലിഡ് ആയിട്ടുള്ള എന്താണ് ഐഡൻറ്റിഫയേഴ്സ് എങ്ങനെയാണ് നോക്കുന്നത്. അത് പരീക്ഷയ്ക്ക് മിക്കവാറും ചോദിക്കുന്നുണ്ട്. 2 മാർക്ക് ചോദ്യമാണ് കേട്ടല്ലോ, കുറേ തന്നിട്ട്. അപ്പോൾ നമ്മൾ ആ റൂൾസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് വാലിഡ് ഏതാണ് ഇൻവാലിഡ് ഏതാണെന്ന് മനസ്സിലാകത്തുള്ളൂ. എന്തുകൊണ്ട് ഇൻവാലിഡ് ആയെന്ന് മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഹോംവർക്ക്. അപ്പോൾ നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നും കൂടെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. എന്നിട്ടും എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.
അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കിയായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ.